ഓക്കെ, വെൽക്കം ബാക്ക് ഗൈസ്. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു വിന്നേഴ്സ് ചെറിയ പോത്തുമുക്ക്. ഇടവേളയ്ക്ക് ശേഷം അതെ, വിന്നേഴ്സ് പോത്തുമുക്ക്, അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും തിരിച്ചൊത്തുകൂടിയിരിക്കുകയാണ്. ഇവിടെ പലർക്കും പനിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്, ചുമയും തലവേദനയൊക്കെ ആയിട്ട് 2-3 ദിവസം ഇതേപോലെ കളിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടായിരുന്നു അതെ അതെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അതെ 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 അങ്ങനെ ചെകുത്താൻ ലാസറും ഷാജി പാപ്പനും അറക്കലബുവും ലൂസിഫർ മാത്തനും പിന്നെയും ഒത്തുകൂടിയിരിക്കുകയാണ് ഗൈസ്. അതെ. എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം സ്വാഗതം സ്വാഗതം. അത് അടിപൊളി. സ്വാഗതം. അത് വിളിച്ചു. ഞങ്ങൾ സ്വാഗതിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരു എന്തായാലും നമ്മള് 2-3 CS കളിക്കുന്നതായിരിക്കും. അതിന് മുന്നായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാന്ന് വെച്ചു. ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഫോം ആയി, അല്ലെങ്കിൽ നമ്മളെല്ലാരും എങ്ങനെ ഒത്തുകൂടി എന്നുള്ളൊരു ചെറിയൊരു എന്താ പറയാ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. അങ്ങനെ ഞങ്ങൾ +1 +2 ഒരുമിച്ച് പഠിച്ച ഒരു ബാച്ച് ആയിരുന്നു. ഞങ്ങൾ ഒരേ ബെഞ്ചിൽ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് വന്നതാണ്. ഞങ്ങൾ അങ്ങനെ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ശരിക്കും ആരാടാ ഫ്രീ ഫയർ ഇത് ചെയ്തേ, ഡൗൺലോഡ് ചെയ്തേ ആദ്യമേ? ശരിക്കും നമ്മള് ഇത് പലയിടത്തും നമ്മൾ കളിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ കളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോൾ ഗെയിമേഴ്സ് ബിജിന്റെ അടുത്തുനിന്നാണ്. നമ്മുടെ അടുത്ത സുഹൃത്താണ് അവൻ. സോൾ ഗെയിമേഴ്സ് പലർക്കും അറിയായിരിക്കും, പഴയ ഗെയിമറാണ്. എനിക്ക് തോന്നുന്നു ഞാനും അറക്കലവും നല്ലപോലെ ഇടയ്ക്ക് കളിക്കുന്നുണ്ടായിരുന്നു ഫ്രീ ഫയർ. എക്സാമിന്റെ തലേന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഫ്രീ ഫയർ കളിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ, ഞങ്ങൾ ഫുൾ ടൈം ഇതിന്റെ അകത്തായിരുന്നു. പക്ഷെ അന്ന് നമ്മള്, അതായത് +1 അല്ല +2 അവസാനമാണെന്ന് തോന്നുന്നു ഇതെടുത്ത്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. നമ്മള് പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ തോറ്റുപോയി. അതെ, പഠിക്കുന്ന കാര്യത്തിൽ തോറ്റുപോയെങ്കിലും ഫ്രീ ഫയറിൽ നമ്മൾ തോറ്റുപോയിരിക്കുകയാണ്. അല്ല, നമ്മള് ഉറപ്പായിട്ടും വിജയിക്കും. നമ്മള് എന്താ പറയാ, അങ്ങനെ +2ന്റെ അവസാനമാണ് നമ്മളിത് തുടങ്ങിയെന്നാണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെ അന്ന് തൊട്ട് ഇപ്പൊ ഏകദേശം 7 വർഷം ഞങ്ങളുടെ എല്ലാ മിക്കവരുടെ അക്കൗണ്ട് പോയി. സുഡു അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഇതിനകത്ത്. അതെ അതെ അതെ, വേറെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും പല സ്ഥലങ്ങളിലായിട്ട് പല കാര്യങ്ങളായിട്ട് ബിസി തിരക്ക്. അമ്മാവൻ അമ്മായി അങ്ങനെയുള്ള കുറെ കഥാപാത്രം നമ്മള് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കാതായി. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമ്മളെ നമുക്കാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. കാരണം ഇത് CS ഇപ്പൊ മാറ്റിയിട്ട് വേണമെങ്കിൽ റാങ്ക്ഡ് മാറ്റിക്കോ, നമുക്ക് നോർമൽ എടുത്തിട്ട് നമുക്ക് കളിച്ച് സംസാരിച്ചിട്ട് പോവാം. ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ട് പോവാം. ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ആളുകൾക്ക് ബോറടിക്കത്തില്ല. നമ്മുടെ വ്യൂവേഴ്സിന് സംസാരിക്കാൻ നേരമില്ല. അതെ, ക്ലാഷ് കോഡിനകത്ത് പിന്നെ ഇട്ടസാരമില്ല. അങ്ങനെ നമ്മൾ പറക്കുന്ന ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ, ഇന്നാ പിന്നെ വെള്ളത്തിക്കള വിട്ടാ പോരെ. ഉണ്ണി താഴേക്കടാണോ കുതിരയുടെ പുറത്താണോ? ചോദിക്കുന്നില്ല. ആർക്കും കാണാൻ പറ്റിയിട്ടില്ല ഗൈസ് ഇതുവരെ. ചെകുത്താൻ ലാസർ ഇതുവരെ കുതിരപ്പുറത്താന്നാ പറയപ്പെടുന്നത്. അറക്കിലാബു ഇറങ്ങണ്ടി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, ചിലര് കണ്ടിട്ടില്ല, അറിയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എനിവേ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മള് എനിക്ക് തോന്നുന്നു അതായത് അതെ, അറക്കലബു പറഞ്ഞ പോലെ തന്നെ നമ്മള് നമ്മുടെ ആ ഒരു എന്താ പറയാ, ബോർഡും ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് തുടങ്ങിയ ഇതൊരിക്കലും നമ്മൾ എന്താ പറയാ, ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് എന്താ ഗിൽഡായിട്ട് തുടങ്ങണമെന്നൊന്നും അന്ന് പ്ലാൻ ഇല്ലായിരുന്നു. കളിച്ച് അതായത് കോവിഡ് ടൈമിലൊക്കെ ഒത്തിരി എന്താ പറയാ, ഫ്രീ ടൈം ഒക്കെ കിട്ടിയ സമയത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പോകാനൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ, ലോക്ക്ഡൌൺ ഒക്കെ. അങ്ങനെ നമ്മള് കോള് ചെയ്യാതെ നമുക്ക് സൗഹൃദം ഇത് വെച്ച് അങ്ങനെ നമ്മള് കളിച്ചതാണ്. കളിച്ച് തുടങ്ങിയതാണ്. ആളുണ്ട് മൊത്തം ആളാണെങ്കിൽ അങ്ങോട്ട് പോയി അടിക്കണ. ഒരു നോക്കുണ്ട് ചന്നടി.
എന്നെ പൊട്ടിക്കേ. എന്റെ അടുത്തുണ്ടേ. ആൽബിനെ ഒന്നോ ഇനിയില്ലായിരുന്നു. ഷെറോൺ എന്ത് ചെയ്യും? വിഷയല്ല അയ്യോ ഞാനിപ്പോ പോകും. അവനെ അങ്ങ് അടിച്ചു തീർത്തരും. ആൽബിനെ വാടാ വാടാ വാടാ. അയ്യോ അടിക്കണോ അടിക്കണോ. അബുവേ ഒരുമിച്ച് പോടാം. അത്രേ ഉള്ളൂ. ഓക്കെ. നീ ആളുണ്ടേ. ഇനി ആളുണ്ടോ? ടീം വൈപ്പ് ഔട്ട് ആയില്ലല്ലോ. ഇവന്മാര് ചത്തില്ലയോ? ഒന്നും പേടിക്കാനില്ല, ഞങ്ങള് 2 പേരുണ്ട്, ഒരു പേടിക്കാനില്ല. നമ്മ അടിച്ച് 5 സെക്കൻഡ് ഞാൻ ഇറങ്ങും. 5-10 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഇറങ്ങും. ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെയും നാണം കെട്ട് അങ്ങനെ നമുക്ക് പറഞ്ഞോണ്ടിരിക്കുക തന്നെ. എന്താ പറയാ, ഇതേപോലെ കോവിഡ് ടൈമിൽ തുടങ്ങിയ ഒരു ഗെയിം പ്ലേ ആണ്. അന്ന് ഗിൽഡും തുടങ്ങുന്ന ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ നമ്മളെല്ലാം സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അന്ന് നമ്മളിത് കരുതിയിരുന്നത്. ശരിക്കും എങ്ങനെ മനസ്സിലായില്ല? പരസ്പരം നമുക്ക് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, 3 പേര് അവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 4 പേരുണ്ട്. ഓക്കെ ഒരു എന്റർടൈൻമെന്റും. ഓ കിട്ടി. നല്ല കിണ്ണാടി വരുന്നു കേട്ടോ. കിണ്ണനപ്പോവാന്നോ? കിണ്ണനപ്പമായി കേട്ടോ. ഓരോ കിണ്ണനപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. എടാ അവിടെ ഉണ്ട്. എടാ ഒരുമിച്ച് ജോയിൻ ആയേ. എടാ ജോയിൻ ആവും. എടാ മേളിലാണോ ഷെറോൺ? എവിടെ അടിക്കുന്നത്? ബാക്കിലും ഫ്രണ്ടിലും ഒരാളെ സ്റ്റോറി പോയ സ്റ്റോറി പോട്ടെ. ഒരാളെ സ്റ്റോറി പോട്ടെ. തീർക്ക്. അപ്പോ ഈ പേര് എങ്ങനെ വന്നേ എന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. ഇങ്ങനെയുള്ള പേരുകൾ അതായത് അന്ന് തൊട്ടേ +2 പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ ഈ ആടെന്ന് പറയുന്ന സിനിമ, അതിലെ ക്യാരക്ടേഴ്സ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. അതിന്റെ അകത്തെ മെയിൻ ക്യാരക്ടർ ഷാജി പാപ്പൻ, അതായത് നമ്മുടെ ആൽബിൻ, അവനെ ആ പേര് വീഴാൻ കാരണം കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നടുവേദനയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കൊരു നിന്റെ ആ ഇൻസിഡന്റ് എന്ന് പറയണ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനൊന്ന് സൈക്കിളിൽ നിന്ന് വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ അതിനുശേഷം വീണപ്പോഴ് എനിക്ക് നടുവിന് പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ +1 എക്സാമിന് വന്നപ്പോ, അല്ലെ +1 എക്സാം പോട്ടെ, +1 ജോയിൻ ചെയ്തപ്പോഴാണ് നമ്മുടെ ആട് സെക്കൻഡ് മൂവി ഇറങ്ങുന്നത്. അപ്പൊ എന്റെ ഈ നടുവേദന നമ്മുടെ ഈ ഗ്യാങ്ങില്, നമ്മുടെ ഈ ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങില് സ്പ്രെഡായി. അങ്ങനെയാണ് ഈ സിനിമ റിലീസ് ആവുന്ന സമയത്ത് ഇത് നടുവുളുക്കനായിട്ട് മാറി കേട്ടോ. അത് മാത്രമല്ലായിരുന്നു, +2 പോലും ഷെറോൺ പറയുന്ന ഇടയ്ക്ക് കേൾക്കുന്നില്ല കേട്ടോ. ഷെറോണേ ഇടയ്ക്ക് കേൾക്കുന്നില്ലടാ. ഹലോ, പറയ്, ഒന്നുകൂടെ പറയ്. അതായത് +2 പോലെ നമ്മള് ഷാജി പാപ്പൻ, ആൽബിനും അലനും അറക്കില്ല, അവർ രണ്ടുപേരും ആയിരുന്നു എന്താ പറയാ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിരുന്നു ക്യാരക്ടേഴ്സ്. അവർ രണ്ടുപേരും ഭയങ്കര എന്താ എല്ലാവരും സംസാരിക്കാനാണെങ്കിലും അവര് ഭയങ്കര ഇതായിരുന്നു. അതെ, ഞാനും ഉണ്ണി ഭയങ്കര ഒരു ഇൻവേർട്ടർ ആയിരുന്നു. അധികം അങ്ങനെ അതെ ഞങ്ങളങ്ങനെ അധികം ആരുടെ അങ്ങനെയൊക്കെ നോക്കിയൊക്കെയാണ് പിന്നെ ആ പേരൊക്കെ വീണതൊക്കെ. എന്താ പറയാ, ഷാജി പാപ്പൻ പേര് ശരിക്കും അങ്ങനെ വീഴുന്ന അവസ്ഥയായി. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം എന്റെയും ഉണ്ണിയുടെയും പേര്, അതായത് എന്റെ പേരും ആക്ച്വലി ഇതല്ല. ഞങ്ങള് വിളിച്ചോണ്ടിരുന്നത് എനിക്ക് എന്താ പറയാ വീണ പേര് ഡ്രാഗൺ ബൈലി എന്നായിരുന്നു. ഡ്രാഗൺ ബൈലി എന്ന പേരായിരുന്നു.
എവിടെടാ എടാ ഷെറോണ് ഇപ്പൊ നിങ്ങളെവിടെ? മാത്രം എന്റെ അളിയ പുറത്ത് മൊത്തം ആളാം. പുറത്ത് മൊത്തം ആളാം. മേണിക്കുറ്റി നീ എന്റെ മടിയിൽ കേറ്. എങ്ങനുണ്ട് പാട്ട്? അല്ല അത് പുറത്താടാ, അത് പൊട്ടിക്കാൻ പറ്റില്ല. മനസ്സറിഞ്ഞ് ഓരോന്ന് പൊട്ടിക്ക്. ഓക്കെ ഷെറോൺ അകത്ത ആളുകൾ ഒരു കാര്യം പറയണ്ടേ? ഞാൻ പറഞ്ഞു കേട്ടില്ല. അവരും കാഞ്ഞു. ആരൊക്കെയുണ്ട്? ഇതിപ്പോ ഒരാളെ കൂടെ പൊക്കി വിട്ടതേ ഉള്ളൂ. കേക്കുന്നില്ല. ബാക്കി കഥയൊന്ന് പറഞ്ഞു കൊടുത്തേ അലിനൂടി. എടോ ബാക്കി ഏതായിരുന്നു? എവിടെ വരെ നിർത്തി? ഞാൻ കളിയില്ല ശ്രദ്ധിച്ചോണ്ട്. അപ്പോ സംഭവം നമ്മുടെ പേര് വീണപ്പോ നമ്മൾ പിന്നെ ക്ലാസ്സിലെ അങ്ങനെ ആയി തുടങ്ങി. നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും. നമുക്ക് പിന്നെ അവിടെ ഒരു വടംവലി ടീമിനെയൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ നോക്കി. എടാ അങ്ങനെ കേറി വരട്ടെ. വീണേ ആൽബിനെ അപ്പോ എന്തായാലും ഗെയിം പ്ലേ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയാണ് നമ്മുടെ ലോബിയിലോട്ട് പോയി എല്ലാവരും. അപ്പോൾ നമ്മൾ പിന്നെ അത് ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങി നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ നമുക്കൊരു വടംവലി നമ്മുടെ ഷെറോണിന്റെ അവിടെ ആണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലേ? ഒറ്റ മിനിറ്റ്, കുഴപ്പമില്ല. Give me like 2 minutes. I'll be back, okay? We're just taking a video, so no outside voice. I know. Okay? You just need ice. Okay, give me a second. എന്റെ പൊന്നോ, കേട്ടിട്ട് ദൊരോത്തുമ്മയുടെ സൗണ്ട് പോലെ ഉണ്ടാ ഉണ്ണി. അപ്പോ സംഭവം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങി. അതിന് ശേഷമാണ് നമുക്ക് ഒരു വടംവലി ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി എനിക്ക് ഇവിടെ നാട്ടിൽ തന്നെ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതായത് ആട് 2 ഒക്കെ റിലീസ് ആയ സമയത്ത് അവിടുത്തെ അന്നത്തെ ആ ഫേമസ് ഡയലോഗും കാര്യങ്ങളും ഒക്കെ നമ്മളെ സ്കൂളില് ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ആട് 2 നമ്മളായിരുന്നു വടംവലിക്കാൻ എതിർ ടീമില്. അതെ, നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നോക്കണം. അതെ സൂക്ഷിച്ച് നോക്കണം. അല്ല അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ എന്താ പറയാ, അങ്ങനെ ആ ഒരു ആട് ടീം, ആ ഒരു ആട് സിനിമയുടെ ഒരു വലിയ ഫാൻസ് ആയി മാറി. അടുത്ത ക്യാരക്ടേഴ്സ് നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി. അങ്ങനെ വീണ പേരും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. അതെ നമ്മള് ഇപ്പൊ ഈ വീഡിയോയുടെ പേരിലാണ് നമ്മൾ അങ്ങനെ പേരിങ്ങനെ എടുത്ത് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാപ്പാന്നും ഒക്കെയാണ് വിളിക്കുന്നത്. പിന്നെ എന്താ പറയാ, അങ്ങനെ ആയിരുന്നു ഈ ഒരു എന്താ പറയാ ഗിൽഡിന്റെ ആയാലും ഫ്രീ ഫയറിന്റെ ആയാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത്. ഇതിനകത്ത് വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ പലരും പല സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് എന്നിട്ട് നമ്മൾ ടൈം ഡിഫറൻസ് ഭയങ്കരമാണ്. അതായത് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി. അത് പണ്ട് പോലെ ഉള്ളതാണ്. അതെ ആ ഗ്രൂപ്പ് പണ്ട് പോലെ ഉള്ളതാണ്. പക്ഷെ ഫ്രീ ഫയറിന്റെ ഗിൽഡിനെ സംബന്ധിച്ച് എന്താ പറയാ, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മള് അതിന്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പെസിഫിക് ടൈമിൽ എല്ലാവർക്കും ഫ്രീ ആവുന്ന ഒരു ടൈമിൽ വെച്ചിട്ട് നമ്മൾ കയറി എന്താ പറയാ ലൈവ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോ എനിവേ
അതെ അടിച്ചു കയറി പോവാ. എനിവേ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ അതെ, മുന്നോട്ട് പോകുന്ന രീതിയിൽ. എല്ലാവർക്കും ഞങ്ങളെ ആ ഒരു സ്റ്റോറി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നമുക്കിനി കളിയിൽ കാണാം. അടുത്ത വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു ഇമോട്ട് ഇട്ടിട്ട് ബൈ ബൈ പറഞ്ഞ് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷാജി പാപ്പൻ്റെ ടീമുകളും നമ്മൾ ഓക്കെ സെറ്റ്. ബൈ ബൈ.